ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് പ്രധാന വാർത്തകൾ. Today's headlines brought to you by നടി ഹണി റോസിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകി ഹൈക്കോടതി. വിശദമായ ഉത്തരവ് 3:30. ജാമ്യം അനുവദിക്കും മുമ്പ് ബോബിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജാമ്യ ഹർജിയിലും പരാതിക്കാരിയെ അധിക്ഷേപിച്ചെന്ന് കോടതി. പരാമർശം പിൻവലിച്ച് തടിയൂരി പ്രതിഭാഗം. കർശന ഉപാധികൾക്ക് സാധ്യത. മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി പ്രഖ്യാപിക്കാൻ സർക്കാർ. കാണാതായവരുടെ പട്ടിക തയ്യാറാക്കാൻ പ്രാദേശിക സമിതി. പട്ടിക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശയോടെ സംസ്ഥാന സമിതിക്ക് കൈമാറും. കാണാതായവരുടെ കുടുംബത്തിന് ധനസഹായം കിട്ടാനുള്ള തടസ്സം നീങ്ങുന്നു. പക്ഷം പിടിക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കാതെ അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ വ്യക്തത വരുത്താൻ സുധാകരനും ചെന്നിത്തലയും. UDF പ്രവേശനത്തിന് മുൻകൈയെടുക്കേണ്ടത് അൻവറെന്ന് ചെന്നിത്തല. കത്ത് നൽകിയാൽ പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്യും. യോജിച്ച തീരുമാനമെടുക്കേണ്ട അസ്വാഭാവിക സന്ദർഭമെന്ന് കെ സുധാകരൻ. അൻവറിന്റെ വിലപേശൽ ശേഷി കുറയ്ക്കാനുള്ള തന്ത്രവുമായി LDF. സ്വതന്ത്ര സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ CPM-ഉം CPI-യും. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സമാധി പൊളിക്കുന്നത് തടയാൻ വിശ്വാസ പ്രശ്നം ഉയർത്തി കുടുംബം. ഹിന്ദു ആചാരപ്രകാരമുള്ള വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമം നടക്കുന്നതായി നെയ്യാറ്റിൻകര ഗോപന്റെ മകൻ. ഈ സമാധി മണ്ഡപത്തിൽ ഇനി ഒരു ക്ഷേത്രമാവാനുള്ളതാണ്. യോഗീശ്വരനാണ് ലിംഗപ്രതിഷ്ഠയും കാര്യങ്ങളാവാണ്. ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ഇതൊക്കെ പൊളിച്ചു മാറ്റം എന്ന് പറഞ്ഞ ഹിന്ദു ആചാരങ്ങൾ ഒരുമാതിരി വലിച്ചു കീറും പോലെ ആയിപ്പോയില്ലേ. എങ്കിൽ പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ എന്തിനു നിൽക്കുന്നത്? കല്ലറ തുറക്കുന്നതിൽ സാവകാശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും. ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തിയതോടെ പ്രതിരോധത്തിലായി ജില്ലാ ഭരണകൂടം. ശബരിമല മകരവിളക്കിന്ന്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ശരംകുത്തിയിലെത്തും. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകും. ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് ദേവസ്വം ബോർഡ്. ഐ-ലീഗിൽ തുടർ ജയം ലക്ഷ്യമിട്ട് ഗോകുലം കേരള. ടെമ്പോ ഗോവയ്ക്കെതിരായ മത്സരം വൈകുന്നേരം 3:30. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് വമ്പന്മാർ കളത്തിൽ. ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം. കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറയാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചത്. ഉപാധികൾ സംബന്ധിച്ച് 3:30 വിശദമായ ഉത്തരവിറക്കാമെന്നും കോടതി. ബോബി ചെമ്മണ്ണൂർ നടിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ലെന്ന് പറയാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ചടങ്ങിൽ വെച്ച് പ്രതികരിക്കാതിരുന്നത് നടിയുടെ മാന്യതയാണെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. നടിക്ക് അസാമാന്യ മികവില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തെയും കോടതി വിമർശിച്ചു. എന്നാൽ ഈ പരാമർശം പിൻവലിക്കുന്നതായി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ ഉൾപ്പെടെ മുമ്പും ബോബി ചെമ്മണ്ണൂർ ഇത്തരം പരാമർശങ്ങൾ നടത്തിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പരിശോധിച്ചു. ഇനിയും കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച കോടതി ഇത്തരം പരാമർശങ്ങൾക്കുള്ള പ്രത്യാഘാതം ഇതിനകം തന്നെ പൊതുജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്നും പറഞ്ഞു. തുടർന്ന് ജാമ്യം അനുവദിക്കാമെന്ന് പറഞ്ഞ കോടതി ഉപാധികൾ സംബന്ധിച്ച് 3:30 വിശദമായ ഉത്തരവിറക്കാമെന്നും വ്യക്തമാക്കി. ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതോടെ 6ാം ദിവസം ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങുകയാണ്. മീഡിയ 1 കൊച്ചി. അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട്. മുസ്തഫ, വിശദമായ ഉത്തരവ് ഉച്ചകഴിഞ്ഞായിരിക്കും വരിക. ഇന്ന് കോടതിയിൽ എന്ത് സംഭവിച്ചു? ധന്യ, എന്തായാലും ഉത്തരവ് ജാമ്യം അനുവദിക്കുന്നു എന്നുള്ളൊരു ഉത്തരവ് കോടതി വാക്കാൽ പരാമർശിച്ചിരിക്കുന്നു. അത് ഹൈക്കോടതി വെബ്സൈറ്റിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഇതുമായി ബന്ധപ്പെടുത്തി ഈ ജാമ്യം നൽകുമ്പോൾ സ്വാഭാവികമായും നിരവധി കണ്ടീഷൻസ് ഉണ്ടാകും. അതെന്തൊക്കെയാണെന്ന് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയും പ്രതിഭാഗവും ഒക്കെ കോടതിയോട് ചോദിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ ഉത്തരവ് 3:30 സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം. ആ ഉത്തരവ് കൂടി ലഭിച്ചാൽ ശേഷമാണ് കാക്കനാട് ജയിലിലെത്തിയ ഉത്തരവ് കൈമാറിയലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ റിലീസ് ഇന്ന് തന്നെ നടപ്പാവുക. എന്തായാലും 3:30 ആ ഉത്തരവ് വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അഭിഭാഷകർ. അത് വന്ന ഉടനെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് അത് കൈപ്പറ്റി കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന് അത് കൈമാറിയാൽ എന്തായാലും ഒരുപക്ഷെ ഇന്ന് തന്നെ വൈകുന്നേരം ഒരു 3:30 ഇത് എത്തിച്ചാൽ ഒരു 5 മണിയോടുകൂടി ഇന്ന് തന്നെ അദ്ദേഹത്തിന് റിലീസ് സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻ അപ്പുറത്തേക്ക് കർശനമായ ഉപാധികൾ ഉണ്ടോ എന്ന് തന്നെയാണ്
എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പാസ്പോർട്ടും ഫോണൊക്കെ ഓൾറെഡി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, പാസ്പോർട്ട് സറണ്ടർ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഉപാധികൾ ഉണ്ടാകുമോ എന്നതുകൂടിയാണ് ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ധന്യ. ശരി മുസ്തഫ. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ സുപ്രധാന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ധനസഹായം നൽകും. ഇതിനായി 2 സമിതികളെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കി. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്താൻ പരമാവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പൂർണ്ണതോതിൽ വിജയിച്ചിരുന്നില്ല. 30-ലധികം പേർ ഇപ്പോഴും കാണാമറയത്താണ്. മരിച്ചുവെന്ന് സ്ഥിരീകരിക്കാത്തതുകൊണ്ട് ഇവരുടെ കുടുംബത്തിന് നൽകേണ്ട ധനസഹായവും നീണ്ടുപോയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കാണാതായവരെ മരിച്ചവരുടെ പട്ടികയിൽപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പട്ടിക തയ്യാറാക്കാൻ 2 സമിതികൾ രൂപീകരിച്ചു. പ്രാദേശിക തല സമിതിയും സംസ്ഥാനതല സമിതിയും. വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ആ പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിലെ SHO എന്നിവർ ചേർന്ന പ്രാദേശിക സമിതി പ്രാഥമിക പട്ടിക തയ്യാറാക്കും. ഈ പട്ടിക ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സമർപ്പിക്കും. ദുരന്ത നിവാരണ അതോറിറ്റി ശുപാർശയടക്കം സംസ്ഥാനതല സമിതിക്ക് കൈമാറും. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ, തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരടങ്ങുന്ന സംസ്ഥാനതല സമിതി ഈ പട്ടിക പരിശോധിച്ച് ധനസഹായം അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം. PV അൻവറിനെ തള്ളാതെ KPCC അധ്യക്ഷൻ K സുധാകരനും രമേശ് ചെന്നിത്തലയും. അൻവറിന് ദുഷ്ടലാക്കില്ലെന്ന് K സുധാകരൻ പറഞ്ഞു. UDF പ്രവേശനത്തിന് മുൻകൈയെടുക്കേണ്ടത് അൻവർ തന്നെയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അൻവറിന്റെ വിലപേശൽ ശക്തി കുറയ്ക്കാനാണ് CPM ശ്രമം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കാനുള്ള അൻവറിന്റെ തീരുമാനം നല്ലതാണെന്ന് രമേശ് ചെന്നിത്തല. UDFൽ ചേരണമെന്ന് അൻവർ പറഞ്ഞാൽ അപ്പോൾ വിഷയം ചർച്ച ചെയ്യും. മുന്നണിയിൽ ചേരണമെന്ന് ആവശ്യപ്പെട്ട് അൻവർ ആദ്യം കത്ത് നൽകണമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അൻവർ UDFിലേക്ക് ഇതുവരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് വന്നു കഴിഞ്ഞാൽ പാർട്ടി ആദ്യം ആലോചിക്കും, അത് കഴിഞ്ഞിട്ട് മുന്നണി ആലോചിക്കും, എന്നിട്ട് അല്ലാതെ തീരുമാനം എടുക്കാൻ പറ്റുമോ? അൻവറിനെ തള്ളാതെ KPCC അധ്യക്ഷൻ K സുധാകരനും രംഗത്ത് വന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടൊരു തന്നെ കോൺഗ്രസ് നേതാവിൻ്റെ പേര് പറഞ്ഞാൽ അതിലെന്താ ഒരു ദുഷ്ടലാക്ക് വന്നിരിക്കുന്നത്? അദ്ദേഹം മത്സരിക്കുന്നു, കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു എങ്കിൽ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി ഇന്നയാളാവണം എന്ന് അൻവർ പറയുന്നതിൽ എന്താ തെറ്റല്ല? മുന്നണി പ്രവേശനത്തിൽ എടുത്തടിച്ചുള്ള തീരുമാനം വേണ്ടെന്ന അഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിനിടയിലുണ്ട്. അൻവറിന്റെ പിന്തുണ സ്വീകരിക്കുമ്പോഴും കരുതലോടെ നീങ്ങാനാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ തീരുമാനം. അതിനിടെ UDFന്റെ ഘടകകക്ഷി നേതാക്കളുമായി ആശയവിനിമയം നടത്താൻ അൻവർ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് നിലമ്പൂരിലേക്ക് മടങ്ങാനായിരുന്നു അൻവർ നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനത്തിന്റെ ഉദ്ഘാടനത്തിനായി KPCC പ്രസിഡന്റ് അടക്കമുള്ള പ്രധാന നേതാക്കൾ ഡൽഹിയിൽ പോയതുകൊണ്ട് അൻവർ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങി. അതേസമയം അൻവറിന്റെ വിലപേശൽ ശക്തി കുറയ്ക്കാൻ CPM ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. UDFൽ കടന്നുകൂടാൻ മാപ്പപേക്ഷ തയ്യാറാക്കി നിൽക്കുകയാണ് അൻവർ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എങ്ങനെയാണ് UDFിലേക്ക് കയറുക എന്നുള്ള കാര്യം സംബന്ധിച്ച് മാപ്പപേക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ അഭയ കേന്ദ്രം അതല്ലാതെ വേറില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒന്നാന്തരമായി ജയിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം ഒന്നാന്തരമായിട്ട് ജയിക്കും. ആ ജയത്തിന്റെ മാറ്റ് ഏറെയായിരിക്കും. വെള്ളിയാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇല്ലെങ്കിലും അൻവർ സഭാതലത്തിൽ ചർച്ചയായി വരുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 തിരുവനന്തപുരം. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനർ PV അൻവറിന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി വക്കീൽ നോട്ടീസ് അയച്ചു. പ്രതിപക്ഷ നേതാവിനെതിരെ താൻ ആരോപണം ഉന്നയിച്ചത് P ശശി പറഞ്ഞിട്ടെന്നായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ വനനിയമ ഭേദഗതി വിഷയമുയർത്തി മലയോര മേഖലയുടെ പിന്തുണ നേടാൻ UDF. മലയോര മേഖല ഉൾപ്പെടുന്ന നിലമ്പൂരിൽ PV അൻവർ ഉയർത്തിയ വന്യമൃഗശല്യം തെരഞ്ഞെടുപ്പിൽ UDF ആയുധമാക്കും. 30-ന് നിലമ്പൂരിൽ ജാഥയെത്തും മുമ്പ് അൻവർ UDFിലെത്തുമോ എന്നതിലാണ് ഇനി ആകാംക്ഷ. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് യാത്ര നയിക്കുന്നത്. വന്യജീവി ശല്യം രാഷ്ട്രീയ വിഷയമാക്കി മുന്നോട്ടു പോകുമെന്ന് അൻവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് UDF വിഷയം സംസ്ഥാന വ്യാപകമായി ഏറ്റെടുക്കുന്നത്. മലയോര മേഖലയിൽ വന്യജീവി പ്രശ്നത്തിൽ കടുത്ത സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കെ അത് മുതലെടുക്കാനാണ് UDF ശ്രമം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തോടെ കുടിയേറ്റ മേഖലയിൽ UDFന് നഷ്ടമായ മേൽക്കൈ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യവും UDFനുണ്ട്. 2016 മുതൽ നാളിതുവരെ 975 പേരാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരെല്ലാം കൃഷിക്കാരും ഗ്രാമീണ ജനതയുമാണ്. UDFന്റെ സമരത്തിന് അൻവറും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. അൻവറിന്റെ രാജിയോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിലാണ് UDF സമരജാഥ തുടങ്ങുന്നത്. 27-ന് കണ്ണൂരിലെ പയ്യാവൂരിൽ നിന്ന് ആരംഭിക്കുന്ന സമരയാത്ര 30-ന് നിലമ്പൂരിലെത്തും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ
അതിനു മുൻപ് PV അൻവർ UDF-ൽ എത്തുമോ എന്നാണ് ഉയരുന്ന ചോദ്യം. ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ UDF ആയുധമാക്കും. മലയോര സമര പ്രചരണ യാത്ര ഫെബ്രുവരി 5-ന് തിരുവനന്തപുരം പാറശാല മണ്ഡലത്തിലെ അമ്പൂരിയിൽ സമാപിക്കും. യാത്ര കടന്നുപോകുന്ന 19 സ്ഥലങ്ങളിൽ കർഷക സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം. വയനാട് പുൽപ്പള്ളിയിൽ ഇറങ്ങിയ കടുവയെ ഇതുവരെ പിടികൂടാനായില്ല. പുലർച്ചെ ലൊക്കേറ്റ് ചെയ്ത ഇടത്തു നിന്ന് കടുവ മാറിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഊട്ടിക്കവല പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കൂടി കൊന്നതോടെ ഒരാഴ്ചക്കിടെ കടുവ കൊന്ന ആടുകളുടെ എണ്ണം 4 ഇതിനിടെ വനംവകുപ്പിനെതിരെ രംഗത്തുവന്ന ഒരു വിഭാഗം DFOയെ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ഒരാഴ്ചയായി ജനവാസ കേന്ദ്രത്തിൽ തുടരുന്ന കടുവ തുടർച്ചയായ 2ാം ദിവസവും ആടിനെ കൊന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഊട്ടിക്കവലയിൽ പായിക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെ കൊന്നത്. ഞാൻ ശരിക്കും കണ്ടു. ശരിക്കും കണ്ടെന്ന് പറഞ്ഞാൽ ഇതാ ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് അവിടുന്ന് നോക്കിയാൽ കാണാം. പിന്നെ ഈ ലൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കടുവേനെ കാണാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾ കരയുമ്പോൾ ഇറങ്ങി ഓടി വരുവുള്ളൂ. സർവ്വസന്നാഹങ്ങളുമായി വനംവകുപ്പ് തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാനാകാതെ വന്നതോടെ ജനരോഷം അണപൊട്ടി. സ്ഥലത്തെത്തിയ കോൺഗ്രസ് നേതാക്കൾ DFOയെ തടഞ്ഞത് പ്രാദേശിക CPM ജനകീയ സമിതി പ്രവർത്തകർ ചോദ്യം ചെയ്തു. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കെമിക്കൽ മൊബിലൈസേഷൻ ആണ് എന്ന രൂപത്തിൽ DFO പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ മുമ്പോട്ട് പോവാണ്. ജനകീയ സമിതി എന്ന രൂപത്തിൽ ജനങ്ങളാകെ അവരെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്ന നിലയാണുണ്ടായത്. അതിന്റെ ഇടയിലാണ് കുറച്ചാൾ വന്നിട്ട് ഇവരെ തടസ്സപ്പെടുന്ന രൂപത്തിൽ ഇടപെടുന്നുണ്ടായത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കടുവയെ പിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങളിലാണ് വനംവകുപ്പെന്ന് DFOയും പ്രതികരിച്ചു. ആ ശ്രമം ഇനിയും നമ്മൾ തുടരും. അതിൽ രാത്രിയും പകല് എന്നുള്ളൊരു വ്യത്യാസമില്ല. നമ്മളിപ്പോ ഈ പകല് നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സെർച്ച് നടത്തി അതിൽ ഈ പറയുന്ന 2 കിലോമീറ്റർ ചുറ്റളവിൽ നേരിട്ടും നമ്മൾ പരിശോധിച്ചതിൽ കടുവയുടെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടുവ ഇനിയും ആക്രമണം തുടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന ആശങ്ക വനംവകുപ്പിനുമുണ്ട്. തെർമൽ ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചും കുങ്കിയാനകളെ എത്തിച്ചും തിരച്ചിൽ നടത്തിയിട്ടും കടുവയെ പിടികൂടാനാകാതെ വന്നതോടെ ജനങ്ങളും ആശങ്കയിലാണ്. ടി അനീസ് അലി, മീഡിയ 1 വയനാട്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ നിയമപരമായി നീങ്ങാൻ കുടുംബം. സമാധി പൊളിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് ലഭിച്ച ഉടൻ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. കല്ലറ തുറന്നു പരിശോധിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. ഗോപൻ സ്വാമിയുടെ സമാധി കല്ലറ ഒരു അഴിയാക്കുരുക്കായി തുടരുകയാണ്. വേഗത്തിൽ കുടുംബത്തിന് നോട്ടീസ് നൽകി നാളെയോ മറ്റന്നാളോ തന്നെ കല്ലറ തുറക്കണം എന്ന നിലപാടാണ് പോലീസിന്. പോലീസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം തുടർ നടപടികൾ പൂർത്തിയാക്കും. എന്നാൽ ഒരു കാരണവശാലും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം. അച്ഛന്റെ താൽപര്യപ്രകാരമാണ് സമാധി പീഠമുണ്ടാക്കിയതെന്നും ഹിന്ദു വികാരം വ്രണപ്പെടുത്താനാണ് ശ്രമമെന്നും മകൻ സനന്ദൻ ആരോപിച്ചു. ഇതിലിപ്പോൾ നമ്മുടെ ശത്രു മനോഭാവമായിട്ടുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത പ്രശ്നം പ്രചരിപ്പിച്ചു. ആവശ്യമില്ലാത്തത് നാട്ടുകാർക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ളത് ആ കാര്യങ്ങളാണ്. കുറേ ഇതിൽ ജനങ്ങൾക്ക് ഞങ്ങളോട് ദേഷ്യമുണ്ട്. ഇതിന്റെ എല്ലാ ഒരുമിച്ച് പക ഇപ്പോഴായിരുന്നു അവർ നോക്കിയത്. രേഖകൾ മുഴുവൻ ശേഖരിച്ച ശേഷം ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ശാരീരിക അവശതകൾ അടക്കമുള്ള രേഖകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കൂടെ കളക്ട് ചെയ്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിട്ട് പെറ്റീഷനുമായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിലെ തീരുമാനം. സമാന്തരമായി പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. മകൻ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നു. അതിനാൽ തന്നെ സമീപവാസികളുടെ അടക്കം എല്ലാവരുടെയും വിശദമായ മൊഴി ഉടൻ ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം. ശബരിമല മകരവിളക്ക് ഇന്ന്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് ശരംകുത്തിയിലെത്തും. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദൃശ്യമാകും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ കയറ്റിവിടുന്നതിന് നിയന്ത്രണം ആരംഭിച്ചു. മകരവിളക്ക് തെളിയുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഉരക്കുഴിയിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇവിടെ ആളുകളൊക്കെ ഇപ്പോഴേ സ്ഥലം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്വാമിമാരൊക്കെ ദിവസങ്ങൾ മുൻപാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തി ഈ കാണുന്നത് പോലെ ഷീറ്റുകളൊക്കെ മറിച്ച് താൽക്കാലിക താമസ സംവിധാനങ്ങൾ ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. പർണശാലകളിൽ നിന്നാണ് ഇവർ ഈ താമസ സംവിധാനങ്ങളെ പറയുന്നത്. ഇവിടെയാണ് അവർ 2 ദിവസമായി മഴയും തണുപ്പും വെയിലും ഒക്കെ സഹിച്ച് ഈ ഒരു മകരജ്യോതി ദർശനത്തിന് വേണ്ടി
കാത്തു നിൽക്കുന്നത്. ഈ ഉരക്കുഴി ഈ ഒരു പോയിന്റിൽ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് പൊന്നമ്പല മേട് കാണാൻ സാധിക്കും. ഇവിടെ നിന്നും നല്ല ദർശനം സാധ്യമാകുമെന്നുള്ളതാണ് ഇവിടെ ഈ അയ്യപ്പന്മാരൊക്കെ കാത്തു നിൽക്കാൻ, ഇവിടെ ഇത്ര ദിവസം മുൻപ് തന്നെ വന്ന് കാത്തു നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പൊന്നമ്പല മേടിൽ നിന്നും നേരെ അയ്യപ്പന്റെ നടയിലേക്കാണ് ഈ മല നേരിട്ട് നിൽക്കുന്നത്. അവിടെ നിന്നുമാണ് അയ്യപ്പന് സാക്ഷിയായിക്കൊണ്ട് മകരജ്യോതി തെളിയുക. വൈകിട്ട് 6:30 മകരജ്യോതി തെളിയുകയും ചെയ്യുന്നത്. ഏതായാലും മറ്റ് ചടങ്ങുകളും സന്നിധാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:45 മകരസംക്രമ പൂജ നടന്നത്. ധനുമാസത്തിൽ നിന്നും മകരത്തിലേക്ക് പോകുന്ന ആ ഒരു ദിവസത്തിന്, ആ ഒരു മണിക്കൂറിനെയാണ് മകരസംക്രമ പൂജ നടക്കുന്നത്. അതിനൊപ്പം മറ്റ് ഉച്ചപൂജ 12:30 പൂർത്തിയായി. അതോടെ 18-ാം പടിയിൽ നിന്നും ഭക്തരെ കയറ്റിവിടുന്നത് നിർത്തി. ഇനി 18-ാം പടിയിൽ നിന്നും ഭക്തർക്ക് ഈ മകരവിളക്കിന് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളൂ. അതേസമയം താഴെയും രാവിലെ മുതൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു സന്നിധാനത്തും. കലൂർ സ്റ്റേഡിയം നൃത്ത പരിപാടിക്ക് വിട്ടു നൽകരുതെന്ന നിലപാടെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 3 ഉദ്യോഗസ്ഥർക്ക് GCDA സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. മൃദംഗ വിഷന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്നതിന്റെ പേരിലാണ് നോട്ടീസ്. അതിനിടെ കലൂർ സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം നടപ്പായില്ല. സസ്പെൻഷൻ തീരുമാനം വന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും ഉത്തരവിറങ്ങിയിട്ടില്ല. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, വിവരങ്ങൾ. ധന്യ, ഈ കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് GCDAക്ക് വലിയ വീഴ്ചയുണ്ടായെന്ന് നേരത്തെ തന്നെ വലിയ ആരോപണം ഉയർന്നു. ഇതിനെ തുടർന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, സ്റ്റേഡിയത്തിന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ SS ഉഷയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം GCDA യോഗത്തിലെടുത്തത്. പക്ഷേ ഉത്തരവ് വന്ന് അല്ലെങ്കിൽ ഈ തീരുമാനമെടുത്ത് 10 ദിവസമായിട്ടും ഉഷയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളുമൊക്കെ ആരോപണ വിധേയയായ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ SS ഉഷ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ഈ ജോലിയിൽ ഓഫീസിലെത്തി ഒപ്പുവയ്ക്കുന്നതിൻ്റെ, ഹാജറിൽ ഒപ്പുവയ്ക്കുന്നതിൻ്റെ കോപ്പികളടക്കം ഇപ്പോൾ പുറത്ത് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതായത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉഷ ഇത് തനിക്കെതിരെയുള്ള തന്നെ ബലിയാടാക്കുകയാണ്, അല്ലെങ്കിൽ തനിക്കെതിരെ തന്നെ ബലിയാടാക്കുകയാണെന്ന് നേരത്തെ തന്നെ ഉഷ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചിരുന്നു. അതായത് ഒരുപാട് GCDAയിൽ ഒരുപാട് ചർച്ചകൾ അല്ലെങ്കിൽ പല വിഭാഗത്തിൽ പല ആളുകൾ ചേർന്നിരിക്കേണ്ട ഒരു തീരുമാനത്തിൽ ഇത്തരൊരു ഇത് വന്നത് തന്നെ മാത്രം ബലിയാടാക്കുകയാണെന്ന് ഉഷ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ ഉഷ ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ല. തീരുമാനമെടുത്തെങ്കിലും ഉത്തരവ് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി നിതിൻ. തെരഞ്ഞെടുപ്പ് ചൂടിൽ ഡൽഹി. VC നിയമനത്തിലെ UGCയുടെ കരട് ചട്ട ഭേദഗതി സംസ്ഥാനത്തെ സർവകലാശാലകളുടെ സ്വയം ഭരണാധികാരത്തെ തകർക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. തീരുമാനം സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കും. UGC അതിരുവിടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. However, it is concerning and disappointing to observe that the union government and the UGC are adopting an approach aimed at destabilizing these institutions under the state government. A prime example of this is the latest UGC regulations which threaten the autonomy of state universities. State universities function according to acts formulated by elected legislative assemblies. NM വിജയന്റെ മരണത്തെ തുടർന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തതിനാലാണ് IC ബാലകൃഷ്ണൻ MLA മാറി നിൽക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും MB ഗോവിന്ദൻ പറഞ്ഞു. IC ബാലകൃഷ്ണൻ MLA ഒളിവിൽ പോയത് സ്വാഭാവികമാണെന്നായിരുന്നു KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം. IC ബാലകൃഷ്ണൻ രാജിവെക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട ധാർമ്മികമായ പ്രശ്നം വെച്ചുകൊണ്ടുള്ളതാണ്. രാജിവെക്കണം. അദ്ദേഹത്തിന് നാട്ടിലിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ കൃത്യമായ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ, ഈ കടം വാങ്ങുന്നത് ഉൾപ്പെടെ കൈക്കൂലി വാങ്ങുന്നത് ഉൾപ്പെടെ മുഴുവൻ കാര്യങ്ങൾ നടന്നത് എന്ന് വളരെ വ്യക്തമാണ്. അറസ്റ്റ് വാറന്റുള്ള ഒരാൾ പിന്നെ എവിടെയെങ്കിലും താമസിക്കുമ്പോൾ പിന്നെ ഒളിവ് താമസിക്കേണ്ടി വരില്ലേ? സ്വാഭാവികല്ലേ? പത്തനംതിട്ട പോക്സോ കേസിൽ ഇന്ന് പിടിയിലാകാനുള്ളത് 15 പ്രതികളെന്ന് അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന DIG അജിത ബീഗം. മീഡിയ വണ്ണോടായിരുന്നു DIGയുടെ പ്രതികരണം. കേസിൽ ഇതുവരെ 44 പ്രതികൾ അറസ്റ്റിലായി. 30 FIRകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തിയതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 44ആയി.
തിരുവനന്തപുരം റൂറൽ പരിധിയിൽ മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിക്ക് എല്ലാ പിന്തുണയും പോലീസ് ഉറപ്പാക്കുന്നുണ്ടെന്ന് DIG S അജിത ബീഗം മീഡിയ വണ്ണിനോട് പറഞ്ഞു. തീർച്ചയായിട്ട് ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ള എല്ലാവരെയും നിയമത്തിന് മുമ്പ് നിർത്തുക, അതാണ് നമ്മുടെ ചുമതല. അത് പക്കാവായിട്ട് നമ്മൾ ചെയ്യും. വിദേശത്തുള്ള ഒരു പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ DIGയുടെ നേതൃത്വത്തിൽ നാളെ പത്തനംതിട്ട SP ഓഫീസിൽ അവലോകന യോഗം ചേരും. മീഡിയ വൺ, പത്തനംതിട്ട. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് ബിനിൽ മരിച്ചത് ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് സന്ദേശം. ഉക്രൈനിൽ വെച്ച് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ബന്ധു കൂടിയായ ജെയിനാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. എത്രയും പെട്ടെന്ന് ബിനിലിന്റെ മൃതദേഹവും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജെയിനെയും നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തി. 5-ാം തീയതി ഉക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ബിനിൽ കൊല്ലപ്പെട്ടു എന്നാണ് ജെയിൻ കുടുംബത്തിനയച്ച സന്ദേശത്തിൽ പറയുന്നത്. ഇരുവരും ഒരേ സ്ഥലത്തായിരുന്നുവെങ്കിലും യുദ്ധഭൂമിയിലേക്ക് പോയത് വെവ്വേറെ സംഘങ്ങളായാണ്. 5-നാണ് ബിനിൽ പോയത്. 6-ാം തീയതി യുദ്ധഭൂമിയിലേക്ക് പോകും വഴി ബിനിലിന്റെ മൃതദേഹം ജെയിൻ കണ്ടു. ഇതിന് സമീപത്ത് നിൽക്കുമ്പോഴാണ് ജെയിന് വെടിയേൽക്കുന്നതും. 5-ാം തീയതി ബിനിലിനെ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. 6-ാം തീയതിയാണ് ജെയിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ജെയിൻ ബോഡി കണ്ട് കൺഫേം ആയി. എത്രയും പെട്ടെന്ന് ബിനിലിന്റെ ബോഡി നാട്ടിലേക്ക് എത്തിക്കണം, ജെയിനെയും നാട്ടിലേക്ക് എത്തിക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. ബിനിലിന്റെ മൃതദേഹവും പരിക്കേറ്റ് മോസ്കോയിൽ ചികിത്സയിൽ കഴിയുന്ന ജെയിനെയും എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ജെയിനെയും ബിനിലിനെയും റഷ്യയിലേക്ക് കൊണ്ടുപോയ തയ്യൂർ സ്വദേശി സിബിക്കെതിരെ കുടുംബം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇരുവരെയും റഷ്യയിലെത്തിച്ച ശേഷം സിബി കൈയൊഴിഞ്ഞെന്നാണ് കുടുംബത്തിന്റെ പരാതി. മീഡിയ വൺ, തൃശൂർ. സംസ്ഥാനത്ത് പ്രിൻസിപ്പൽ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് 153 സർക്കാർ സ്കൂളുകൾ. വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ പ്രിൻസിപ്പൽ കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ 28 സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരില്ല. പ്രിൻസിപ്പലായി സ്ഥാനക്കയറ്റം കിട്ടിയവരുടെ പട്ടിക നിലവിലുള്ളപ്പോഴാണ് നിയമനം നീളുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. അക്കാദമിക വർഷം തീരാൻ ഇനി അധികം നാളുകളില്ല. അപ്പോഴും സംസ്ഥാനത്തെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ നാഥനില്ലാ കളരികളായി മുന്നോട്ടു പോവുകയാണ്. കേരളത്തിലുടനീളം 153 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരില്ല. അതിലും മലബാർ ജില്ലകളിലാണ് പ്രതിസന്ധി രൂക്ഷം. കാസർഗോഡ് ജില്ലയിൽ 28-ഉം മലപ്പുറത്ത് 23-ഉം കണ്ണൂരിൽ 21-ഉം സ്കൂളുകളിൽ പ്രിൻസിപ്പൽമാരില്ല. വയനാട് 15 സ്കൂളുകളിൽ സ്കൂൾ മേധാവിയുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിൽ എല്ലാ സ്കൂളുകളിലും പ്രിൻസിപ്പൽമാരുണ്ട്. പ്രിൻസിപ്പൽമാരായി നിയമിക്കപ്പെടേണ്ടവരുടെ പട്ടിക 6 മാസമായി നിലവിലുണ്ട്. എന്നാൽ വകുപ്പ് തല സ്ഥാനകയറ്റ സമിതി യോഗം ചേരാത്തത് മൂലം നിയമനം വൈകുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. പ്രിൻസിപ്പൽമാരില്ലാത്തത് സ്കൂളുകളുടെ അക്കാദമിക നിലവാരത്തെ ബാധിക്കുന്നുവെന്നും അധ്യാപകർക്ക് അമിത ഭാരമുണ്ടാക്കുന്നുവെന്നുമുള്ള പരാതികൾ വിവിധയിടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അടിയന്തരമായി നിയമനം നടത്തി പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് അധ്യാപക സംഘടനകളുടെ ആവശ്യം. ഗോപാൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. 22 കാരറ്റ് ഗ്രാമിന് 7,270 രൂപ, പവന് 58,160 രൂപ. 18 കാരറ്റ് ഗ്രാമിന് 6,045 രൂപ, പവന് 48,360 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്ന ഇനി ഫാസ്റ്റ് ന്യൂസിൽ PC സൈഫുദ്ദീൻ ചേരും. നമസ്കാരം.